നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പൊ നമ്മള് ഇന്നൊരു വണ്ടിയിൽ പോവാന്നൊക്കെ പറഞ്ഞില്ല, ഒരു ലോറിയിൽ പോവാന്നൊക്കെ പറയുന്നു. വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടിയിൽ കയറ്റിയിരുന്നു. ആ സമയത്ത് എന്താണ് പറഞ്ഞത്, അപ്പൊ നമ്മുടെ ഈ പെട്രോൾ പമ്പിന്റെ ഒരു മാനേജർ ഉണ്ട്. ഈ പെട്രോൾ പമ്പ് നടത്തുന്ന ഈ ഒരാളാണ്, രാജസ്ഥാനിലെ ആൾക്കാരാണ് ഇവര് ഈ വണ്ടിയിലെ ആൾക്കാർ. നാഗാലാൻഡ് രജിസ്ട്രേഷനുള്ള ഒരു വണ്ടിയാണിത്. അപ്പോ നമ്മൾ ഈ കാണുന്ന വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടിയിലാണ് നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ കയറ്റിയിരുന്നത്. പിന്നെ വണ്ടി കയറ്റി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മാനേജറും കാര്യങ്ങളൊക്കെ ഇവർ എന്നോട് പറഞ്ഞത്, ആ വണ്ടിയിൽ ഇനി കയറ്റണ്ട, ആ വണ്ടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ. അപ്പൊ ഇതിന്റെ മുന്നേ ഞങ്ങള് ചിക്കൻ വാങ്ങാൻ പോയ ഒരു വീഡിയോ ഒക്കെ എടുത്തിരുന്നു. നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പൊ നമ്മള് രാജസ്ഥാനിലെ ഡ്രൈവർമാരപ്പാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞാല് ചിക്കൻ വാങ്ങാൻ വന്നാണ്. അപ്പൊ പറഞ്ഞാല് 200 റുപ്യാണ് പിന്നെ നമ്മളെ സാധാരണ നമ്മളെ ഈ പിന്നെ കോഴിക്ക് വില. പിന്നെ നാടൻ കോഴി ഉണ്ട് ഇവിടെ, അതിന് 450 റുപ്യക്ക് വരാണ് കിലോന്. ഇവിടെ നല്ല വിലയാണ് ഈ സാധനത്തിന്, കോഴിക്ക് നല്ല വില. അല്ല സാർ, ചെറിയൊരു മാർക്കറ്റാണ്. അപ്പൊ പറഞ്ഞ ചിക്കൻ വാങ്ങാൻ പോയപ്പോ ഈ പിന്നെ രാജസ്ഥാനിലെ ആളുകളാണ്. അപ്പൊ അവരിഞ്ഞോട് പറഞ്ഞു, അവര് പറഞ്ഞാൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ചിക്കനൊക്കെ നമ്മൾ ഒരുമിച്ച് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അവർ പോയി. പെട്ടെന്ന് പോയി. ഇങ്ങോട്ട് ഒരു 500 റുപ്യ നമ്മള് മുടക്കിയിരുന്നു കേട്ടോ. അതിന് ആ പൈസക്ക് ഇതിന് വേണ്ടിയിട്ട് ഭക്ഷണം, നല്ല ഭക്ഷണം കഴിക്കാന്നൊക്കെ എഴുതിയിട്ട്, നമ്മൾ നല്ലൊരു മനുഷ്യനെ കിട്ടിയെന്നൊക്കെ എഴുതിയിട്ട് നമ്മള് പിന്നെന്താട്ടി ഈ വണ്ടിയിൽ കയറ്റി, സാധനങ്ങളൊക്കെ കയറ്റി. അപ്പൊ ഈ പെട്രോൾ പമ്പിന്റെ ആളിഞ്ഞോട് പറഞ്ഞു, അതിൽ പോകണ്ട, അതിന്റെ വണ്ടിയും കാര്യങ്ങളൊന്നും കിട്ടൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കങ്ങനെ വിശ്വാസം ഉണ്ടായില്ല. പിന്നെ വണ്ടിയിൽ നിന്ന് സാധനം ഇറക്കുന്ന സമയത്താണ് ഈ ചങ്ങായിന്റെ സ്വഭാവമൊക്കെ വളരെ മോശമായി മാറിയത്. ഇപ്പൊ നമ്മളെ കയറും കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല. ഈ കയറ് ഞാനിപ്പോ പതുക്കെ ഇവിടെ വെച്ചിക്കാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു 12 മണി 1 മണി ആകുമ്പോഴാണ് ഈ വീഡിയോ ചെയ്യുന്നുണ്ടോ. ഈ സംഭവം നമ്മൾ 1 മണിയൊക്കെ ആകുമ്പോഴാണ് ചെയ്യുന്നത്. എന്തോ പിന്നെ എന്താ പറയാ, പടച്ചോന്റെ ഒരു കാരണത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായിച്ചു. നമ്മൾ ആരും ഒരിക്കലും പിന്നെ ചതിക്കാനോ വഞ്ചിക്കാനൊന്നും ഒരിക്കലും പോയിട്ടില്ല. ഇത് ഭയങ്കര സങ്കടത്തോടെ ഞാൻ പറയുന്നത്. അത്ര എന്താ പറയാ, ആ മനുഷ്യനെ അത്ര വിശ്വസിച്ചു പോയി. ഞാൻ എല്ലാരെയും അങ്ങനെ വിശ്വസിക്കൂട്ടോ, അതാണ് പ്രശ്നം. നമ്മൾ ഒരു ഫസ്റ്റ് കാണുന്ന ആളാണോ, അങ്ങനെ എല്ലാരെയും നമ്മൾ വിശ്വസിക്കും. പക്ഷെ അയാളെ സ്വഭാവം പിന്നെ പെട്ടെന്ന് മാറി. നമ്മൾ ഈ സാധനം ഈ ഒരു സാധനം പിന്നെ ഇതും ഒക്കെ പറഞ്ഞാൽ ഈ ബക്കറ്റൊക്കെ അതിൻ്റെ ഉള്ളിലാണ്, അടുക്കാൻ തരുന്നില്ല. പിന്നെ ഇവരൊക്കെ പറഞ്ഞാൽ ഇവിടെ കുറെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഓരൊക്കെ പറഞ്ഞാൽ കാലൊക്കെ പിടിച്ചിട്ടാണ് സംഭവം ഈ സാധനം കിട്ടിയത്. നമ്മളിവിടെ ഇവിടെയാണ് താമസിക്കുന്നത്. ഇപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ താമസിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്, ഒരു ധാബയാണ്. ഇവിടെ ഇവര് നല്ല മനുഷ്യന്മാരാണ്. ഇവരും രാജസ്ഥാനിലെ ആൾക്കാരാണ്. പക്ഷെ പല ആൾക്കാരും പല ടൈപ്പല്ലേ മനുഷ്യന്മാരൊക്കെ. എന്താ ചെയ്യാ, നമ്മൾ ബാക്കി കാഴ്ചകളുമായിട്ട് നമ്മൾ തിരിച്ചു വരാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ.